ഈ പോസ്റ്റർ എങ്ങനെയുണ്ട്? ഇത് കണ്ടു കഴിഞ്ഞാലേ ഒരുത്തനും 5 പൈസ കൊടുക്കില്ല. ആ, ഇത് ഗംഭീരായിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്കൊന്ന് ഷെയർ ചെയ്യട്ടാ. ഇത് കണ്ടാ ഒരുത്തനും 5 പൈസ കൊടുക്കില്ല. ആ, ഇത് കൊള്ളാല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടില്ലേ, അതിൽ പൂച്ച പറ്റിയെടുക്കും. ഇതുപോലത്തെ ധാരാളം പോസ്റ്റർ നമുക്ക് ഇറക്കണം. അതിൽ ദുരിതാശ്വാസം നേരിട്ട് കൊടുക്കാം എന്നുകൂടി ചേർക്കാം. ഞാനേ കഴിഞ്ഞ പ്രളയത്തിന് നേരിട്ട് കൊടുക്കുന്ന തന്നെയാ എൻ്റെ FB എഴുതിയത്. നമുക്ക് എഴുതിയ പോരെ, കൊടുക്കണ്ടല്ലോ. നമ്മളെ ആർക്കും ഇതുവരെ 5 പൈസ കൊടുത്തിട്ടില്ലല്ലോ. ചേച്ചി, TV തുറക്കാൻ പറ്റണില്ലല്ലേ? ഓരോന്ന് കാണുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. അത് തന്നെ, ഓരോന്ന് കേൾക്കുമ്പോഴേ നെഞ്ച് പൊട്ടാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മൾ പാവങ്ങൾ എന്ത് ചെയ്യാനാ? ആ ചേച്ചി, എന്താടി ബ്ലൗസിൻ്റെ തുണിയാണോ? ആ 2 ദിവസം കഴിഞ്ഞിട്ട് പോരെ? ആ അത് മതി. ചേച്ചി ന്യൂസ് കണ്ട? അക്കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞുള്ളൂ. എടി, ടോപ്പ് തയ്ക്കാനടി. നീ എപ്പോഴാ വന്നേ? എന്ത് തയ്ക്കാനാ? ഞാൻ ബ്ലൗസ് തയ്ക്കാൻ വന്നതാ. എന്താ അല്ലേ വയനാട്? അവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ 10-100 കിട്ടിയിട്ട് എന്താവാനാ? പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളത് എടുത്തിട്ട് അയച്ചു കൊടുത്താലോ? കോടികളും ലക്ഷങ്ങളും ഉള്ളവരത് കൊടുക്കട്ടെ, നമുക്കുള്ളത് നമുക്ക് അയച്ചു കൊടുക്കാം. ഒന്ന് നിന്നേ. എന്തേ? നിങ്ങള് പെണ്ണുങ്ങള് കാശ് പിരിക്കുന്നുണ്ടെന്ന് കേട്ടു. വെറുതെ ചതിയില് പെടണ്ട. ഞങ്ങളെ പോലെ നേരിട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ പറ്റിക്കലാണെന്നേ. ഈ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ പറ്റിക്കല. ആണോ? അതെ, ഞങ്ങൾ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ടാണ് കൊടുക്കുന്നതേ. കൊടുക്കരുത്, പറ്റിക്കും. എന്നാ കുട്ടി പോയിക്കോ. എങ്ങനെയുണ്ട്? അവിടെ നിന്ന് നിങ്ങളൊക്കെ എന്ത് വൃത്തിയേട്ട മനുഷ്യന്മാരാടോ. നാണല്ലേ നിങ്ങൾക്ക്? ഞങ്ങളെന്ത് ചെയ്തിട്ടാ? നിങ്ങളല്ലേ ദുരിതാശ്വാസ നിധിക്കെതിരെ പോസ്റ്റർ ഉണ്ടാക്കുന്നത്, നാട്ടുകാരോട് ഒന്ന് പറഞ്ഞു നടക്കുന്നത്? ഞങ്ങളാ? ആരാ ഈ വൃത്തികേട് പറഞ്ഞ്? ഞങ്ങളുടെ മനസ്സിപ്പോഴും വയനാടിന്റെ കൂടെയാ. നിങ്ങളൊക്കെ എത്ര നുണപ്രചരണം നടത്തിയാലും ഈ നാടുണ്ടല്ലോ, അത് വയനാടിൻ്റെ കൂടെയാണ്. നിങ്ങളത് മറക്കണ്ട. നീ വന്നേ, നമുക്ക് അടുത്ത പോസ്റ്റർ ഉണ്ടാക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് പറ്റിക്കലാണെന്ന് പറയണത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനത്തെ കുറച്ചൊക്കെ കണ്ടു. ഇനി നമ്മൾക്ക് എന്താ ചെയ്യുക? നിന്നോട് രമേശേട്ടനും ദിലീപേട്ടനും ഒക്കെ അല്ലേ അങ്ങനെ പറഞ്ഞത്? അവരങ്ങനെ വെറുതെ പറയുമോ? ഞാൻ ഈ കണ്ണു കാണാൻ പാടില്ലാത്തടുത്ത് തുന്നി ഉണ്ടാക്കണ പൈസയാ, അത് അവർക്ക് തന്നെ കിട്ടുമോ? ആ, ചേച്ചിമാരെല്ലാവരും ഉണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ ശ്രീജിത്തെ? നിങ്ങൾ കുറച്ച് ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കാമെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല അഭിമാനം തോന്നി. ഞങ്ങളങ്ങനെ വിചാരിച്ചതാ. പക്ഷേ ഞാനും കേട്ടു, അതാ ഞാൻ വന്നത്. നീ കണ്ടില്ലേ ഫേസ്ബുക്കിലൊക്കെ ഓരോ പോസ്റ്റുകൾ? പിന്നെ എങ്ങനെയാ അയച്ചു കൊടുക്കണത്? 10-100 ആയിട്ട് ഞങ്ങൾ പിരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞതേ പറ്റിക്കലാണെന്നേ. ഇവളോട് പറഞ്ഞതേ ആ ദിലീപേട്ടന് രമേശേട്ടനാ. എൻ്റെ ചേച്ചിമാരെ, ഈ ദുരിതകാലം ഉണ്ടല്ലോ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരവർ. ഏത് സാധാരണക്കാരനും ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ കിട്ടാവുന്നേ ഉള്ളൂ ഈ ദുരിതാശ്വാസത്തിൻ്റെ കണക്ക്. വക മാറ്റി ചെലവാക്കാനോ കക്കാനോ ഒന്നും പറ്റില്ല ഈ ദുരിതാശ്വാസത്തിൻ്റെ ഫണ്ട്. ഇവരെല്ലാവരും കൂടി നമ്മളെ പറ്റിക്കുകയാണ്. എന്നാൽ അതൊന്ന് ചോദിക്കണം, നിങ്ങളുടെ അഭിപ്രായം എന്താ? കിട്ടണോടത്ത് വച്ച് ഒരു പുളിവാറിൽ വെട്ടി അവരെ ചന്തിക്കടിക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. അന്നത് ആദ്യം ചെയ്യാം, എന്നിട്ട് മതി ബാക്കി. ഇങ്ങനത്തെ കുറേ എണ്ണമുണ്ട് നമ്മുടെ നാടിനെ മാനം കെടുത്താൻ. ഇങ്ങനെ എല്ലാ ഗ്രാമത്തിലും എല്ലാ അമ്മമാരും വിചാരിച്ചാൽ മതി ഈ നാട് നന്നാവാൻ.
പെണ്ണുങ്ങളെ കൂടി ഇങ്ങോട്ടുള്ള തന്നെ എന്തെങ്കിലും പണിയാവോ? ഇത് പണിയാണ്. എണീറ്റോ എണീറ്റോ. അപ്പം എല്ലാം പറഞ്ഞ മാതിരി. എടാ കൃഷ്ണ നിക്കടാ അവിടെ. നിങ്ങളോട് ആരാ പറഞ്ഞത് ദുരിതാശ്വാസ നിധി തട്ടിപ്പാണെന്ന്? ആ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരോടും ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്തായി ഷൈല? ഇവരാരൊന്നും അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. ഇവർക്കൊക്കെ ഇതിന് ഭാഗ്യേച്ചി പറഞ്ഞ പോലെ ഒറ്റ മരുന്നേ ഉള്ളൂ. മരുന്നാ? എന്ത് മരുന്ന്? നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി? നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. ആരും പോവല്ലേ, ഈ ചേച്ചിമാരൊരു സംഭവം മറന്നു, അത് കൊടുക്കാൻ വേണ്ടി വന്നതാ.